പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വിശുദ്ധ സഭായോഗത്തിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദിയോടെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടെ ജീവനോടെ ഈ വചനവുമായി നിൽക്കാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയത് ഓർത്ത് ഞാൻ കർത്താവിന് ഒരു സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം. ദൈവം ആയുസ് തന്നല്ലോ, ആരോഗ്യം തന്നു. ഇവിടെയും വരാൻ, നിങ്ങളെല്ലാം കാണാൻ, ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളെയൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും അവസരം കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ ഇല്ലയോ എന്ന് അറിയാമല്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിൻ ദാസൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒന്നിച്ച് മണക്കാലയിൽ പഠിച്ച ദിവസങ്ങൾ, നാളുകൾ ഓർക്കുകയാണ്. അതിന് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മാസം ഞങ്ങൾ ഒരുമിച്ച് ടീം വർക്കിലുണ്ടായിരുന്നു. ഞങ്ങളന്ന് ഇടുങ്ങിയ മുറിയിൽ കിടന്ന് എൻ്റെ നെഞ്ചത്ത് കിടന്നാണ് ഉറങ്ങിക്കൊണ്ടിരുന്നത് ഈ മനുഷ്യൻ. സ്തോത്രം. അങ്ങനെ ഒരു വളരെ അടുത്ത ബന്ധം അന്ന് ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഇയർ ആയിട്ട് വന്നുകൊണ്ട് ഞാൻ അങ്ങ് സീനിയർ ആയതുകൊണ്ട് ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. കാര്യം ഫസ്റ്റ് ഇയർ എന്നൊക്കെ വരുന്ന കാലം എന്ന് പറഞ്ഞാൽ, മണക്കാലയിൽ ഫസ്റ്റ് ഇയർ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ദുരിതം പിടിച്ച കാലമാണ്. സ്തോത്രം. അതുകൊണ്ട് പിന്നെ ഈ ബന്ധങ്ങൾ, അന്ന് ഫോണും നമ്പറൊന്നും ഇല്ല, പിന്നെ അങ്ങനെ ബന്ധങ്ങളെല്ലാം പോയി. എന്നാൽ ഇവിടെ ഉണ്ട് എന്ന് ഞാൻ അറിഞ്ഞു. ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ ഇവിടെ വന്ന അദ്ദേഹത്തെയും കുടുംബത്തെയും സഹോദരി സിസ്റ്ററിനെയും കുഞ്ഞുമോനെയും മോളെയും കാണാൻ ദൈവം സഹായിച്ചു. എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയല്ലോ. ഇന്നലെ ഇന്നുമായി നിങ്ങളിവിടെ ആയിരിക്കാൻ ദൈവം അവസരം തന്നു. സ്തോത്രം. വലിയ സന്തോഷമുണ്ട്. സമയം വളരെ കുറവാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് വേഗത്തിൽ പോകണമല്ലോ. സ്തോത്രം. ഞാൻ ഈ കുഞ്ഞു പ്രായത്തിൽ ഈ ദൈവവചനം പഠിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ അമ്മ ഒരു പെന്തിക്കോസുകാരുടെ യോഗത്തിൽ ആദ്യമായിട്ട് പോയി. ഒരു സഭായോഗത്തിൽ, ഇതുപോലെ ഞായറാഴ്ച സഭായോഗത്തിൽ അമ്മ പോയി. സന്തോഷത്തോടെ പോയതൊന്നുമല്ല, പ്രതീക്ഷയോടെ പോയതല്ല, വിശ്വാസം കൊണ്ട് പോയതല്ല, സ്നേഹം കൊണ്ട് പോയതല്ല, സന്തോഷം കൊണ്ട് പോയതല്ല, ചുമ്മാ ഗതികേട് കൊണ്ട് പോയതാണ്. പറയാമല്ലോ. അതാണ്. അതെ, അതാണ് സത്യം. ഗതികേട് കൊണ്ട് പോയതാണ്. ഒരു ഗതിയില്ലാതെ വന്നാൽ പിന്നെ നമ്മൾ എന്തും ചെയ്യൂലേ. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഇതുപോലെ മനോഹരമായ ഹോളിലും കസേരയൊന്നുമല്ല, വേറെ ഒരു മുറ്റത്ത് ഞാൻ പറഞ്ഞ പോലെ ചിലരോട് ഇന്നലെ ഉണ്ടായിരുന്നു നോക്കറിയാം, മുറ്റത്ത് തറയിൽ ഓലക്കീറിട്ടാണ് അന്ന് ഇരിക്കുന്നത്. പായൊന്നും മേടിക്കാൻ കാശില്ല. അപ്പോൾ അമ്മേനപ്പത്തന്നെ ഓലയും കിട്ടിയില്ല. നിലത്ത് ഏറ്റവും പുറകിൽ അമ്മ അടുക്കളയിലെ വേഷത്തിൽ ഇവിടെ പോയി ഇരുന്നാണ്. ഒരു യോഗത്തിൽ ഇരുന്ന് എൻ്റെ അമ്മ, അമ്മയെ ദൈവം തൊട്ടതാണ്. ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ പുറകിലെ കാരണം. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവം തൊടുമെങ്കിൽ ആഗ്രഹത്തോടെ വന്നാൽ നിങ്ങളെ ദൈവം തൊടാതിരിക്കുമോ? ഹാലേലി. ആമേൻ. നിങ്ങൾക്ക് ഇത്ര മനോഹരമായ കസേരയും നല്ല ഹോളും നല്ല പായൊക്കെ കിട്ടിയില്ലേ മക്കളെ? നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടോ. ഹാലേലൂയ. വളരെ കരുണയാണ്. സ്തോത്രം. അങ്ങനെ അന്ന് തൊട്ട് ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പഠിക്കാൻ ഭാഗ്യമുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇങ്ങനെ ആ സമയം എൻ്റെ ചേട്ടൻ മരണാസന്നായി കിടക്കുകയാണ്, എല്ലായിടത്തും തള്ളി. അപ്പോഴാണ് ഈ വാർത്ത അറിഞ്ഞ ബന്ധുക്കോസുകാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. രണ്ട് ദൈവദാസന്മാർ ഞങ്ങളുടെ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മൂന്നാമത്തെ ഉപവാസപ്രാർത്ഥനയുടെ അവസാനത്തെ സെഷനിൽ കഴിഞ്ഞ സമയത്ത്, സ്തോത്രം, ഞങ്ങളുടെ മുറിയിൽ നിങ്ങൾ പഴനിയുത്തി വായിക്കുന്ന പോലെ ദൈവത്തിൻ്റെ മേഘം ഞങ്ങളുടെ മുറിയിൽ ഇറങ്ങി. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസന്മാർ ഒരുമിച്ച് ദൈവമക്കൾ പ്രാർത്ഥിച്ച്, അവരെ ഇന്നത്തെ ഒരു സംവിധാനമില്ലെങ്കിലും അവർക്ക് ഭയങ്കര ധൈര്യമുണ്ടായിരുന്നു, വിശ്വാസമുള്ള ദൈവമക്കളായിരുന്നു. സ്തോത്രം. വെല്ലുവിളി ഏറ്റെടുക്കാനുള്ളൊരു ധൈര്യം. സ്തോത്രം. ആ പ്രാർത്ഥനയിൽ അസാധാരണമായ ദൈവസാന്നിധ്യം ഇറങ്ങി. എൻ്റെ ചേട്ടന് പൂർണ്ണമായ സൗഖ്യമുണ്ടായി. അങ്ങനെയാണ് ഈ കർത്താവിൻ്റെ സ്നേഹം രുചിച്ചറിയാനൊരു ഭാഗ്യമുണ്ടായത്. സ്തോത്രം. അന്നോട്ടാണ് ഞങ്ങളിങ്ങനെ സൺഡേ സ്കൂളിൽ വരാൻ തുടങ്ങി, വചനം പഠിക്കാൻ തുടങ്ങി. ഇഷ്ടമില്ലായിരുന്നു, പക്ഷേ അന്നൊക്കെ നിർബന്ധിച്ചാണ് കൊണ്ടുവന്നത്. ഞങ്ങളുടെ അടുത്തൊരു ബന്ധുക്കോസാരി ഉണ്ടായിരുന്നു. ആ സ്ത്രീ എൻ്റെ അമ്മേനെ ശല്യം ചെയ്യും. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. സ്തോത്രം. പ്രത്യേകിച്ച് സൺഡേ സ്കൂളിൽ മാത്രമല്ല, ഉപവാസപ്രാർത്ഥനയ്ക്കും എന്നെ കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു. ഈ സ്ത്രീ സമ്മതിക്കാത്തതുകൊണ്ട് അമ്മയോട് വഴക്കുണ്ടാക്കും. ഇവനെന്തിനാണ് വെറുതെ ഇട്ടിരിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് വിടാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോകും, പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോയിരുത്തും. അവിടെ പോയി ഇരുന്നിട്ട് എമ്മക്കുമല്ല മനസ്സിലാവും, ഒന്നും മനസ്സിലാവുകയില്ല. ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കണം. എത്ര നേരം, ഇന്നത്തെ പോലെ സമയമൊന്നുമില്ല, അങ്ങ് പോവുമല്ലേ. സ്തോത്രം. ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചിമാരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഒരമ്മച്ചി ഒറ്റപ്പിടുത്തം പിടിച്ചാൽ 3/4 മണിക്കൂർ പോവാം പ്രാർത്ഥന. അത് പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു. സ്തോത്രം. അവിടെ ഇരുന്ന് വിഷമിക്കുകയല്ലാതെ വിടുകയല്ല. പാസ്റ്റർ കണ്ണൂരിട്ടും
ഇന്നത്തെ പാസ്റ്റർമാരെ പോലെ അന്നത്തെ പാസ്റ്റർമാർ ആശ്രമിൽ പോലും പോകാൻ വിടുകയില്ല, അവിടെ ഇരിക്കുക അല്ലാതെ എൻ്റെ മക്കളെ. അങ്ങനെ ഞങ്ങളെ പിടിച്ചിരുത്തിയാണ്. അങ്ങനെ ഇരുന്ന് നന്നായി. അതൊക്കെ അങ്ങനെ ഇത്രയിൽ നന്നാകാൻ കാര്യം. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ദൈവവിളി അനുസരിച്ച് ഞാൻ ദൈവവചനം പഠിക്കാനായിട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ മണക്കാലയിൽ പഠിക്കാൻ അവസരം തന്നു. എന്നാൽ സ്തോത്രം, ഇന്നത്തെ സാഹചര്യങ്ങളൊന്നുമില്ല. അന്ന് കഠിനമായ സാഹചര്യങ്ങളാണ്, കഠിനമായ ഡ്യൂട്ടിയുണ്ട്, കിടക്കാൻ ഇടയില്ല. ഞങ്ങളൊക്കെ ചാക്ക് പിരിച്ചാണ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ ചെല്ലുമ്പം ചാക്കേ ഉണ്ടായിരുന്നുള്ളൂ, ചാക്കും ഇല്ലായിരുന്നു. ഞാൻ വെറും തറയിലാണ് കിടന്നത്. അപ്പോൾ സാറ് പറഞ്ഞു, തറ സിമെൻ്റാണ്, ഇത് കിടന്നാൽ നീ പനി പിടിക്കും, നിനക്ക് നടുവേദന ഉണ്ടാവും, നീ കിച്ചണിൽ ചെന്ന് ചാക്ക് എടുത്തുകൊണ്ട് വരാം. ചാക്കെടുത്തോളാം. അങ്ങനെ ചാക്കിലാണ് കിടന്നത്. സ്തോത്രം. ഇന്ന് നല്ല മെത്ത കൊടുക്കാമെന്ന് പറഞ്ഞാലും ആരും പഠിക്കാൻ പോകാനില്ല. സ്തോത്രം. എയർ കണ്ടീഷൻ കൊടുത്തിട്ടും പഠിക്കാൻ ആളുകളില്ല. അങ്ങനെ പഠിച്ചിട്ടും കാര്യവുമില്ല. സ്തോത്രം. വിളിയുള്ളവൻ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. സ്തോത്രം. വളരെ ഞെരുങ്ങിയാണ് ഞങ്ങൾ അവിടെ പഠിച്ചത്. വിശപ്പെന്ന് പറഞ്ഞാൽ അന്നാ ശരിക്കും വിശപ്പറിഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. പക്ഷേ അതൊക്കെ നന്നായി. അങ്ങനെയൊക്കെ പഠിച്ചതുകൊണ്ട് അത് ഗുണമായി. ഹല്ലേലൂയ. മക്കളെ, ജീവിതത്തിൽ ഞെരുക്കമൊക്കെ വരുന്നെങ്കിൽ അത് നല്ലതാണെന്ന് എല്ലാവരും അറിയണം. അവരുടെ വലിയ പാഠങ്ങൾ പഠിക്കാനുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വലിയ പാഠങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. ദൈവം നമ്മളെ അങ്ങനെയാണ് ഒരുക്കി എടുക്കണേ. അന്ന് അച്ചടക്കം, അന്ന് ഡിസിപ്ലിൻ, അച്ചടക്കമൊക്കെ പഠിപ്പിച്ചു. രാവിലെ കൃത്യസമയത്ത് എഴുന്നേക്കാൻ, അതിരാവിലെ എഴുന്നേക്കാനൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. സ്തോത്രം. കോച്ച് സാറിനെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രയും കഠിനം ക്ഷണം നൽകി ഞങ്ങളെ വളർത്തിയതിന് ഒത്തിരി ആ ദൈവദാസനോട് നന്ദിയുണ്ട്. അങ്ങനെയുള്ള ദൈവഭക്തന്മാരില്ലാതെ പോയതാണ് നമ്മുടെ തലമുറയിലെ പ്രശ്നം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അച്ചായനോട് ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ, നിനക്ക് തന്ന അവസരം നീ നഷ്ടമാക്കിയാൽ, നിനക്ക് കിട്ടിയ ചാൻസ് എന്ന് പറയുന്നത് ഒരു പയ്യൻ ഇവിടെ വന്ന് പഠിച്ച് നല്ല ഉപദേശിയായി ആത്മാക്കളെ നേടേണ്ട സ്ഥാനത്താണ് നീ ഇരിക്കുന്നത്. ഈ അവസരം നീ നഷ്ടമാക്കിയാൽ നീ 2 പാപം ചെയ്യുകയാണ്. ഒന്ന്, നിൻ്റെ ചാൻസ് നീ കളഞ്ഞു, മറ്റൊരാളുടെ ചാൻസും കൂടെ നീ ഇല്ലാണ്ടാക്കി. സ്തോത്രം. നമുക്കെല്ലാം അങ്ങനെ തന്നെയാണ്. ഞാനത് ഈ കാലത്ത് ഒരിക്കലും മറക്കുകയില്ല. സ്തോത്രം. ദൈവം നമുക്കെന്ന അവസരം കളഞ്ഞാൽ 2 പാപം നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ ചാൻസും കളഞ്ഞു, മറ്റൊരാളുടെ അവസരം കൂടെ നമ്മൾ കളയുകയാണ്. സ്തോത്രം. ദൈവം അങ്ങനെ കഠിനമായ പാതയിലൂടെയൊക്കെ പഠിക്കാൻ അവസരം ഉണ്ടായ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾക്കവിടെ വളരെ വളരെ വിശന്നും പൊരിഞ്ഞാണ് അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. ഡ്യൂട്ടിക്ക് ഒരു കുറവുമില്ല. എല്ലാ ഡ്യൂട്ടി നാളെ ഒരു ഡ്യൂട്ടിയും ചെയ്യണ്ട. എന്നാൽ വെള്ളം കോരണം, വിറക് വെട്ടണം, എല്ലാ പണിയും ചെയ്യണം. സ്തോത്രം. രാത്രി 2 മണിയൊക്കെ ആകുമ്പോൾ അച്ഛൻ വന്നിട്ട് ബെല്ലാമർത്തും. ഒരു ലോഡ് വിറക് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഉരുപ്പടി വന്നിട്ടുണ്ടാവും, അത് ഇറക്കി വെക്കണം. ചില മിടുക്കന്മാർ പോവുകയില്ല, പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്തോത്രം. അങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ നന്മ ആണ് ഇപ്പം ഇവിടെയൊക്കെ നിൽക്കാൻ ദൈവം ഭാഗ്യം തരുന്നതിൻ്റെ പിന്നിൽ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം ഇതെല്ലാം കാണുന്നുണ്ടല്ലോ. ആരും കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. എല്ലാം ദൈവം എഴുതുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയൊക്കെ ആ അനുഭവങ്ങളിലൂടെ ദൈവം കടത്തി വിട്ടതിനാ ദൈവത്തിന് നന്ദി പറയുകയാണ്. സ്തോത്രം. ദൈവം പിന്നെയും മഹത്വപ്പെടട്ടെ. അങ്ങനെയാണ് ഇവിടെ വരാനിടയായത്. അങ്ങനെ പഠിച്ചു. പിന്നെയും പഠിക്കാൻ ദൈവം അവസരം തന്നു. ഞാൻ പിന്നെയും കുറച്ച് വർഷങ്ങൾ ദൈവവചനം പഠിച്ചു. ദീർഘവർഷങ്ങൾ കർത്താവിൻ്റെ വചനം പഠിപ്പിക്കാൻ ദൈവം ഭാഗ്യം. 2010 വരെ ഞാൻ വചനം പഠിപ്പിക്കുകയും ഞാൻ സഭാ ശുശ്രൂഷയും ഉണ്ടായിരുന്നു. 2010 ദൈവം ഇടപെട്ടതനുസരിച്ചാണ് ഞാൻ ഇത് രണ്ടും വിട്ടത്. അങ്ങനെ ദൈവങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിക്കാൻ ഒരു പ്രേരണ ദൈവം തന്നതനുസരിച്ച് ഞാൻ ഇന്ത്യയുടെ ഉൾപ്രദേശങ്ങളിൽ, വടക്കൻ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചില വർഷങ്ങൾ ഞങ്ങൾ അവിടെ കുടുംബമായിട്ട് അവിടെ താമസിച്ചു. അവിടെ താമസിക്കുകയും പല സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ച പുതിയ വിശ്വാസികൾക്ക്, അധികവും അവിടുത്തെ പുതിയ വിശ്വാസികൾ, വചനപരിജ്ഞാനം ഇല്ലാത്തവർക്ക് വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ സത്യം നടന്നുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. കഴിഞ്ഞ വർഷങ്ങളെല്ലാം അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് മറ്റു ഉത്തരവാദിത്തങ്ങളൊന്നും എടുക്കാതെ ഞാനിങ്ങനെ നിൽക്കുന്നത്. സ്തോത്രം. അവിടെ ചെന്നപ്പോൾ ഏറ്റവും വലിയ ചലഞ്ചായിരുന്നു ഹിന്ദി. ഭാഷയില്ലാത്തുള്ളത്. ഭാഷയില്ലാതെ നമുക്കവിടൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ഇത് അറിയത്തുമില്ല. ആദ്യമൊക്കെ വളരെ വിഷമിച്ചു ഭാഷയില്ലാത്തതുകൊണ്ട്.
അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ എനിക്കൊരു സഭയുടെ ചുമതല ഏൽക്കേണ്ടി വന്നു. നിർബന്ധത്താൽ ഈ പറഞ്ഞ പോലെ ഭാഷയറിയില്ല. പക്ഷേ ആദ്യമൊക്കെ പരിഭാഷ ചെയ്ത് ഇങ്ങനെ പോയി. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥനയ്ക്ക് ആളുകൾ വന്നു, പരിഭാഷക്കാർ വന്നില്ല. എന്തോ ചെയ്യും? ജനത്തെ വെറുതെ വിടാൻ പറ്റുമോ? എന്തെങ്കിലും പറയണ്ടേ? ഒന്നും പറയാൻ അറിയാൻ മേലാതെ വിഷമിച്ചപ്പോൾ ദൈവം ഒരു കരുണ ചെയ്തു. കുറച്ചൊക്കെ ഇത് പറയാൻ കൃപ തന്നു ദൈവം. സ്തോത്രം. പേടിക്കണ്ട. ഒരു വെല്ലുവിളി വന്നാൽ ഒരു വഴിയും ദൈവം കണ്ടിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അത്യാവശ്യം ഭാഷയും പഠിക്കാൻ ദൈവം കൃപ തന്നു. അങ്ങനെ ഇപ്പോൾ അതുകൊണ്ട് ഉപകാരമുണ്ട്. ഒരു സ്ഥലങ്ങളിൽ പോകാൻ പരിഭാഷക്കാരനില്ലാതെയും പോയി അവിടെ ദൈവവചനം പഠിപ്പിക്കാൻ പാവപ്പെട്ട വിശ്വാസികൾക്ക് സഭകളിൽ വചനം പറഞ്ഞു കൊടുക്കാൻ ദൈവം കൃപ തരുന്നു. അത് വലിയ സന്തോഷമാണ്. കാര്യം വചനം കിട്ടാത്തവർക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ്. സ്തോത്രം. അങ്ങനെ കൊടുക്കാൻ പറ്റുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവർക്കൊരു ഗസ്റ്റിനെ വിളിക്കാനോ വണ്ടിക്കൂലി കൊടുക്കാനോ നിവൃത്തിയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. ചെന്നലേ ഒക്കെ ഉള്ളൂ, അല്ലാതെ നമ്മളെ വിളിച്ചിട്ടൊന്നും പോകാൻ നടക്കുകയില്ല. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യമൊക്കെ പ്രയാസം, പിന്നെ ഇപ്പോൾ നമ്മൾ ചെല്ലാൻ പറഞ്ഞാൽ മാത്രം മതി, ബാക്കി എല്ലാവരും ചെയ്തോളും. അപ്പോൾ തന്നെ ഇപ്പോൾ പ്രയാസം നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റില്ല. അവിടെ കഠിനമായ സാഹചര്യങ്ങൾ കഠിനമാണ്. നമുക്ക് ചെല്ലാനോ, പ്രത്യേകിച്ച് കേരളത്തിനൊക്കെയുള്ള ചെല്ലുന്നു പറയുമ്പോൾ അവിടെ ശ്രദ്ധിക്കുന്നവരും നമ്മൾ നിരീക്ഷിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു വാർത്ത കിട്ടിയാൽ ബുദ്ധിമുട്ടുണ്ട്. അറസ്റ്റിലാകാനും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് മീറ്റിങ്ങുകൾ നടത്താൻ വലിയ പ്രയാസമാണ്. ചുരുക്കം സ്ഥലങ്ങളിൽ വളരെ രഹസ്യമായിട്ട് കുറച്ച് പേര് മാത്രമായിട്ട് മീറ്റിംഗ് നടത്താൻ പറ്റുന്നുള്ളൂ. അങ്ങനെ പ്രയാസമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മുടെ ദൈവം വലിയവനായ ദൈവം. ഹല്ലേലൂയ. ഏതൊരു മാറ്റം വരുത്താൻ നമ്മുടെ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ നന്ദി പറയുകയും ചെയ്യുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ താമസിക്കുകയാണ്. ഞാൻ കണ്ണൂരിലാണ് ജനിച്ചു വളർന്നത്. ഇപ്പോൾ ഞങ്ങൾ പെരുമ്പാവൂർ താമസിക്കുന്നു. 3 മക്കൾ, മൂത്തവന് വിവാഹം കഴിച്ചു, കുടുംബമായിട്ട് അവരായിരിക്കുന്നു. മറ്റേ ഇളയവൻ ജോലി ചെയ്യുന്നു. മൂന്നാമത്തെ മോനെ MSc പഠിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ. കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ദൈവം എങ്ങനെ അയച്ചാലും എങ്ങനെയാക്കിയാലും എന്ത് പറഞ്ഞാലും പൂർണ്ണ സന്തോഷത്തോടെ അത് അനുസരിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിക്കുകയാണ്. എനിക്കത് ഇഷ്ടമാണ്. സ്തോത്രം. ദൈവം എങ്ങനെ ഉയർത്തി നടത്തിയാലും താഴ്ത്തി നടത്തിയാലും എല്ലാറ്റിനായും സ്തോത്രം. ഹല്ലേലൂയ. ദൈവം മാനിക്കുമ്പോഴും ചിലപ്പോൾ മാനിക്കാതിരിക്കുമ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. ആമേൻ. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനം ധ്യാനിച്ച് സ്തോത്രം ചെയ്യാനുള്ള സമയം. ഹല്ലേലൂയ. നിങ്ങളോടുകൂടെ ഈ 2 ദിവസങ്ങളിലായിരിക്കാൻ സാധിച്ചത് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ ബിജൂഷനെയും കുടുംബത്തെയും ഓർത്ത് നന്ദി പറയുന്നു. സഭയും ഒക്കെ നന്ദി പറയുന്നു. ഒടുവിൽ സമയം കിട്ടാതെ വിട്ടുപോവുകയും ചെയ്തതിനോർത്ത് ആദ്യം തന്നെ നിങ്ങളുടെ എല്ലാ സ്നേഹ സൽക്കാര ബഹുമാനങ്ങൾക്ക് നന്ദി പറയുന്നു. മത്തായി മുക്കിൽ ഞങ്ങളത് വീട്ടിൽ പോയി ആ സ്നേഹം അനുഭവിച്ചിട്ടുണ്ട്. സ്തോത്രം. പിന്നെ ഇവിടെ വന്നും അനുഭവിക്കാൻ അവസരം തന്നല്ലോ. ഇനി നിങ്ങളെ ഞാൻ ഭൂമിയിൽ കാണുമില്ലെന്ന് അറിയാൻ മേല. മിക്കവാറും നമ്മൾ തമ്മിൽ കാണാൻ സാധ്യത കുറവാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും മുകളിൽ ഒരുമിച്ച് കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. ഇനി നമ്മൾ ഭൂമിയിൽ കണ്ടില്ലേലും സാരമില്ല. സ്തോത്രം. സ്തോത്രം. നമ്മൾ കാണുക എന്നുള്ള അല്ലല്ലോ വലിയ കാര്യമാണ്, നമുക്ക് അവിടെ കാണുക എന്നുള്ളല്ലേ വലിയ കാര്യം. ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. നമ്മെ അല്പസം വചനം ധ്യാനിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിലെ നമ്മളെ നിറവാണ് നിങ്ങളുടെ വിഷയമെന്ന് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. സ്തോത്രം. എൻ്റെ ഉള്ളിൽ ദൈവം അങ്ങനെയാണ് തന്നതെന്ന് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിൽ ദൈവം എന്നെ മാറ്റി അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുകയായിരുന്നു. നില ചെയ്ത് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ നിന്നാൽ മതി, ഞാൻ പറഞ്ഞോളാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിശ്വാസം കൊണ്ടാണ് ഞാൻ ആ വാക്യം എടുത്തത്. സ്തോത്രം. ദൈവത്തെ കൂടുതൽ വിശ്വസിക്കാൻ. ആമേൻ. സ്തോത്രം. കർത്താവ് തരും. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ നീ പറഞ്ഞാൽ മതി, നീ ഒന്നും സ്വന്തമായിട്ട് പറയണ്ട. സ്തോത്രം. ഞാൻ തന്നോളാം. ദൈവം തരും കേട്ടോ. ദൈവം പറയിപ്പിച്ചോളും. പേടിക്കണ്ട. ദൈവം എവിടെ നീ പറഞ്ഞാലും അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ബാക്കിയൊക്കെ ദൈവം ചെയ്തോളും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വേഗത്തിൽ വന്നാട്ട് നമുക്കൊരാളിനെ അവിടെ പരിചയപ്പെടാം. എനിക്ക് ആളെക്കുറിച്ച് 1-2 കാര്യം നിങ്ങളോട് പറയാനുണ്ട്. സ്തോത്രം. പട്ടണക്കാരത്തെയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്നു പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒരു സ്ത്രീ ഈ വചനം കേട്ടു. ഒരു സ്ത്രീ മാത്രമല്ല കേട്ടെ, അല്ലേ?
അപ്പോസ്തലൻ പൗലോസ് തൻ്റെ ടീമുമായിട്ട് ഈ ഫിലിപ്പിയ എന്ന പട്ടണത്തിൽ വന്നു. അപ്പോൾ അവരുടെ പതിവെന്ന് പറയുന്നത് സിനഗോഗിൽ പോയി ആദ്യം പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ സിനഗോഗ് ഒന്നും കണ്ടില്ല. അപ്പോൾ അവർ ആ പുഴവക്കത്തേക്ക് പോയി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുന്നവൻ എവിടെയെങ്കിലും ഇരിക്കുന്ന പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവന് സ്ഥലമൊന്നും വിഷയമല്ല. എവിടെയെങ്കിലും ഇരുന്ന് അവൻ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അല്ലേ? ദൈവത്തെ അനുഭവിച്ചറിയുന്നവർക്ക് കൂട്ടായ്മ മുടക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ചിലർ ഓടി വരുന്ന സ്തോത്രം എന്ത് പ്രശ്നത്തിൽ പിടിച്ചു കെട്ടിയാലും അല്ലേ, അകത്ത് ദൈവത്തിൻ്റെ സ്പർശനം അനുഭവിച്ചവൻ്റെ കയ്യും കാലും പിടിച്ചു കെട്ടിയാലും അവൻ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. അതാണ് സ്തോത്രം. അങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ സ്തോത്രം തടയാൻ പറ്റുകയില്ല. അങ്ങനെ പരിമിതിയിൽ സ്തോത്രം പറഞ്ഞു ദൈവം വലിയവ ചെയ്യാൻ പോവുക. ഹല്ലേലൂയ. ആമേൻ. ഈ ഒരുപാട് സ്ത്രീകളുടെ ഇടയിൽ ഈ സ്ത്രീ ഇരുന്ന വചനം കേട്ടു. പക്ഷേ ആ സ്ത്രീയെക്കുറിച്ച് പ്രത്യേക ഒരു വാക്കുണ്ട്, ദൈവഭക്തയായ ഒരു സ്ത്രീ. അവരും ദൈവവചനം കേട്ടു. ഒത്തിരി പേര് കേട്ടെങ്കിലും ഒറ്റ ആൾക്കാണ് ദൈവം അവരെ സ്പർശിച്ചു. വായിക്കുകയാണ്, ആ സ്ത്രീയുടെ ഹൃദയം വചനം കേൾക്കേണ്ടതിനായി ശ്രദ്ധിക്കേണ്ടതിനായി കർത്താവ് തുറന്നു. സ്തോത്രം. പൗലോസ് പ്രസംഗിച്ചിട്ട് ഒരാൾക്ക് ഗുണമുണ്ടായില്ലെങ്കിൽ ഞാൻ പ്രസംഗിച്ചിട്ട് ഒരാൾക്ക് ഗുണമുണ്ടായെന്ന് പറഞ്ഞാൽ എത്രയോ വലിയ കാര്യമല്ലേ? ആമേൻ. ഒരാൾക്കെങ്കിലും ഗുണമുണ്ടായാൽ അത് വലിയ കാര്യമാണ്. സ്തോത്രം. ഒരാൾക്ക് ഉപകാരം വന്നാൽ അത് വലിയ കാര്യമാണ്. കർത്താവിന് ഒരാൾ വലുതാണ്. ഒരാളിന് വേണ്ടിയാണ് കർത്താവ് വളരെ മൈലുകൾ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഒരാൾ കർത്താവിന് വളരെ വലുതാ. ഹല്ലേലൂയ. ഞാൻ വന്നില്ലേൽ എന്നാ വന്നാൽ എന്നാ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനല്ല, നിങ്ങൾ വളരെ വിലയേറിയ ആളാണ്. ആമേൻ. സ്തോത്രം. ഞാൻ സത്യം പറയട്ടെ, നിങ്ങൾ ഒരാൾ ഭൂമിയിൽ ഒരൊറ്റയാളെ ഉണ്ടായിരുന്നുള്ളൂ വിചാരിച്ചു. മനുഷ്യവർഗത്തിൽ വേറെ ആരുമില്ല, നിങ്ങൾ മാത്രമേ ഉള്ളായിരുന്നെങ്കിലും കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി മരിക്കുമായിരുന്നു. യെസ്. ഹല്ലേലൂയ. ആമേൻ. അത്ര വിലയേറിയവരാണ് നിങ്ങൾ ഓരോരുത്തരുന്ന കാര്യം മറക്കല്ലേ. അപ്പം നിങ്ങളുടെ മുഖം വാടിയാൽ ആർക്ക് സങ്കടം വരുന്നത്? ഭാര്യയ്ക്കും ഭർത്താവിനും മറ്റൊക്കെ അല്ല, കർത്താവിനാണ് സങ്കടം. ഹല്ലേലൂയ. അതുകൊണ്ട് മുഖം വാടരുത്. സ്തോത്രം. സന്തോഷത്തോടെ ഒരു സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ദൈവസാന്നിധ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ. ഈ സ്ത്രീ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു സ്ത്രീക്ക് കർത്താവ് എന്ത് ചെയ്തു കൊടുത്തു? അവിടെ ഹൃദയം തുറന്നു കൊടുത്തു. കർത്താവ് തുറന്നു തന്നാലേ ഈ വചനം ഗ്രഹിക്കാൻ പറ്റൂ. അപ്പം ഗ്രഹിക്കാത്തവരോട് നമുക്ക് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല. സ്തോത്രം. കർത്താവ് തുറന്നു കൊടുക്കാതെ ഇത് ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ തുറന്ന് കിട്ടിയവർക്കായി ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ. ഹല്ലേലൂയ. ആമേൻ. അവർ ശ്രദ്ധിക്കും. സ്തോത്രം. ഇത് നമുക്ക് തുറക്കാൻ പറ്റില്ല, ഉപദേശിക്ക് തുറക്കാൻ പറ്റില്ല, പാസ്റ്റർക്ക് തുറക്കാൻ പറ്റില്ല, കർത്താവിനെ തുറക്കാൻ പറ്റുള്ളൂ. ആമേൻ. ഇങ്ങനല്ലേ എഴുതിയേക്കുന്നത്? ആ വചനം ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവരുടെ ഹൃദയം തുറന്നു. എത്ര പേർക്ക് ധൈര്യത്തെ പറയാൻ പറ്റും? എൻ്റെ ഹൃദയം വചനത്തിനാ ദൈവം തുറന്നിട്ടുണ്ട്, തുറന്നതിനായി നന്ദി കർത്താവേ എന്ന് എത്ര പേര് പറയും? അനേകായിരങ്ങളുടെ ഹൃദയം അടഞ്ഞു കിടക്കുമ്പം നമ്മുടെ ഹൃദയം തുറന്നതിനായി ഒരു സ്തോത്രം പറയണ്ടേ? ഹല്ലേലൂയ. സ്തോത്രം. എത്ര പേർക്ക് ഇത് ഭോഷത്വമല്ലേ? കൃപയുടെ വചനം, ക്രൂശിൻ്റെ വചനം ഭോഷത്വമായി അനേകർ ചിന്തിച്ച് നാശത്തിലേക്ക് പോകുമ്പോൾ ഇത് ജീവശക്തിയായി വെളിപ്പെട്ടതിനായി. ഹല്ലേലൂയ. ഇതിൻ്റെ വില അറിയുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. കൊല്ലൻ്റെ പട്ടിക്ക് തീപ്പൊരി വിഷയമല്ല എന്ന് പറഞ്ഞ പോലെ തലമുറയായി കേൾക്കുന്നവർക്ക് വലിയ ഗുണം പ്രയോജനം ചെയ്യുന്നില്ല അല്ലേ? അതുപോലെ അതാ കേട്ട് നമുക്കിതൊരു പാരമ്പര്യമായി മാറി. സ്തോത്രം. അതുകൊണ്ട് നമുക്കതിൻ്റെ എത്രയും അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് കിട്ടാത്തവർക്ക് കൊടുക്കുന്നതാണ് സന്തോഷമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. വിശപ്പുള്ളവനെല്ലാം ടേസ്റ്റാണ്, വിശപ്പില്ലാത്തവനൊന്നും ടേസ്റ്റല്ല. ആർത്തിയുള്ളവൻ എന്ത് കിട്ടിയാലും അവൻ തിന്നോളൂ. ഹല്ലേലൂയ. അവൻ ടേസ്റ്റ് നോക്കുന്നേ ഇല്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. അങ്ങനെ ഈ സ്ത്രീ ഈ വചനം കേട്ടു, കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാം. കർത്താവ് ഹൃദയം തുറന്നവൾ യോഗം കഴിഞ്ഞേച്ച് വിട്ടു പോയി എന്നല്ല വായിക്കുന്നത്. എന്ത് സംഭവിച്ചു ശ്രദ്ധിച്ചേ. സ്തോത്രം. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം നിൽക്കാം. സ്തോത്രം. ഒരു മിനിറ്റ്. കർത്താവ് ഒറ്റ ആളിനെ തൊട്ടുള്ളൂ അല്ലേ? അവളുടെ ഹൃദയം തുറന്നുള്ളൂ. എന്ത് സംഭവിച്ചു? അവൾക്ക് കിട്ടിയ വചനം
അവളും കുടുംബമായി എങ്ങോട്ട് കൊണ്ടുപോയി വചനം? അനുസരണത്തിലേക്ക് നടത്തി, അല്ലേ? ആമേൻ. അവൾ കേട്ട വചനം അവളുടെ ഹൃദയം തുറന്നത് കൊണ്ട് ഗുണമെന്നറിയാമോ? ഈ വചനം തലച്ചോറി കിടന്ന് ഡാൻസ് കളിക്കാതെ ഈ വചനം നേരെ ആത്മാവിലേക്ക് ഇറങ്ങി. ആമേൻ. ഇത് ബുദ്ധിയിലല്ല വേണ്ടത്, ആത്മാവിൽ വേണം. വചനം നമ്മുടെ ആത്മാവിൽ കിട്ടിയതിനാൽ നാം ഭാഗ്യമുള്ളവരാണ്. ഒരുപാട് പേർക്ക് വചനം അറിയാം, കാണാതെ അറിയാം. എത്ര പേർക്കറിയാം? നമ്മളെക്കാൾ നന്നായിട്ട് അറിയാം, പല ഭാഷകളിൽ അറിയാം, വചനം നന്നായിട്ട് അറിയാം, മൂലഭാഷയിൽ പഠിച്ചവരുണ്ട്. പക്ഷേ ഒരു ഗുണവുമില്ല. കാര്യം എന്നറിയാമോ? ഇത് അവരെ തലച്ചോറി കിടക്കുകയാണ്, ആകാത്ത ആത്മാവിലേക്ക് ഇറങ്ങിയിട്ടില്ല. ദൈവം ഹൃദയം തുറന്നാലേ ഇത് ആത്മാവിൽ ഇറങ്ങുകയുള്ളൂ. ആത്മാവിൽ കിട്ടിയവർ ഭാഗ്യമുള്ളവർ. സ്തോത്രം. ആത്മാവിൽ കിട്ടിയവരുടെ വാക്യം എന്നറിയാമോ? 40 സങ്കീർത്തനം 7-8 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. അവർ പറയാണ്, അത് നമ്മുടെ കർത്താവിൻ്റെ വാക്യമാണ്. സ്തോത്രം. കർത്താവ് പറയുന്നു എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു. എപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പറഞ്ഞതെന്നതും കേട്ടു. എന്താ പറഞ്ഞത്? ഇതാ ഞാൻ വരുന്നു. എന്തിന്? ഹല്ലേലൂയ. ഈ എഴുതിയിരിക്കുന്നതൊന്നും അവറാച്ചനെ കുറിച്ച് തോമാച്ചനെ കുറിച്ചല്ല, എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ്, ഞാനാണിത് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവ ഇഷ്ടം ചെയ്യാൻ ഞാൻ കരയുന്നല്ല, ഭാരപ്പെടുന്നല്ല, എനിക്കത് പ്രിയമാണ്. ആരാധന പ്രിയമാണ്, പ്രാർത്ഥന ഉപവാസം പ്രിയമാണ്, കൂട്ടായ്മ പ്രിയമാണ്, കൈയടിക്കുന്നത് പ്രിയമാണ്, ആത്മാവിൽ ആരാധന പ്രിയമാണ്, അന്യഭാഷ പ്രിയമാണ്. സ്തോത്രം. എപ്പോഴാ പ്രിയമായെന്നറിയോ? അടുത്ത വാക്യം വായിച്ചു. എപ്പോഴാ? ന്യായപ്രമാണം എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. എപ്പോഴാന്ന് പറഞ്ഞേ? തെളിച്ച് പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. നല്ലതാ. സ്തോത്രം. വചനം ആത്മാവിൽ ഇറങ്ങിയപ്പോൾ അവൻ പറയുകയാണ്, ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പ്രിയമാണ്. വചനം തലച്ചോറി കയറിയായിട്ട് കാര്യമില്ല. ആത്മാവിൽ ഇറങ്ങിയാൽ അവർക്ക് ദൈവ ഇഷ്ടം ഒരു ഭാരമല്ല, പ്രിയമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആമേൻ. എനിക്ക് സമയം തന്നിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ നിർത്തും. പക്ഷേ നിങ്ങളുടെ മോൻ കണ്ടിട്ട് അതിന് മുമ്പ് നിർത്തി തരാമോ എന്ന് ചോദിക്കുന്ന പോലെ തോന്നുന്നു. ആണോ? നിർത്തണോ? സ്തോത്രം. എത്ര പേർക്ക് വചനം പ്രിയമാ? ഹല്ലേലൂയ. വചനത്തിൻ്റെ ടേസ്റ്റ് അനുഭവിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അല്ലേ, വചനം എൻ്റെ അണ്ണാക്കിന് മധുരമാണെന്ന് രുചിച്ച് നോക്കിയ ഭക്തൻ പറയുന്നത്. രുചിച്ചാലേ പറയാൻ പറ്റൂ. സ്തോത്രം. ഇതിൻ്റെ തേൻ തിന്നവർക്കേ ആ ടേസ്റ്റ് വരുവുള്ളൂ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. വചനം ആത്മാവിൽ ഇറങ്ങിയാൽ അവൻ പറയാണ്, എനിക്ക് കർത്താവേ, അങ്ങയുടെ ഇഷ്ടം ഭാരമല്ല. പ്രാർത്ഥന ഒരു ഭാരമല്ല, ആരാധന ഭാരമല്ല, സൺഡേ സ്കൂൾ ഭാരമല്ല, ഒന്നും എനിക്ക് ഭാരമല്ല. കാര്യം അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് പ്രിയമാണ്. ആത്മാവിൽ ഇറങ്ങുന്നത് വരെ ഇത് പ്രിയമാവുന്നതോടെ പ്രിയമാകുകയില്ല. ആത്മാവിൽ ഇറങ്ങിയാലേ ഇത് പ്രിയമാവുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. വചനം അവിടെ ആത്മാവിൽ ഇറങ്ങിയപ്പോൾ അവൾക്ക് സന്തോഷമായി. അവൾ സ്നാനമേൽക്കാൻ തീരുമാനിച്ചു. സ്തോത്രം. അനുസരിക്കാൻ തീരുമാനിച്ചു. വേറെ ആരും പറഞ്ഞിട്ടല്ല, അവൾ തന്നെ പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഫ്രൈസ്. കാര്യം എന്താ? ആത്മാവിൽ വചനം ഇറങ്ങിയാൽ പിന്നെ അനുസരിക്കാൻ മടിയില്ലെന്നേ. പിന്നെ ദൈവ ഇഷ്ടം എന്താണെന്ന് ചെയ്യാൻ സന്തോഷമാണ്. ആരും നിർബന്ധിക്കണ്ട. ആരും നിർബന്ധിക്കാതെ പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അവൾ മാത്രമല്ല, പിന്നെ അവളുടെ കുടുംബവുമായി ഇന്നലെ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? നമ്മുടെ അകത്ത് കിട്ടിയ വചനം നമ്മുടെ കുടുംബത്തെ സ്പർശിക്കാതിരിക്കുകയില്ല. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് വിശ്വാസം ഇറങ്ങിയ ഒരു സ്തോത്രം ചെയ്ത് പറഞ്ഞു, കരം ഉയർത്തിപ്പറ, എൻ്റെ ഉള്ളിൽ വന്ന വചനം എൻ്റെ കുടുംബത്തെ മിടിപ്പിക്കാൻ പര്യാപ്തമാണ്. ഹല്ലേലൂയ. എൻ്റെ കുടുംബത്തിന് മാറ്റം വരുത്താൻ ഈ വചനം ശക്തമാണ്. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് നിൽക്കുന്നവരുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, കരം ഉയർത്തിപ്പിടിച്ചോ. ഹല്ലേ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. കർത്താവെ, ഒറ്റയ്ക്ക് ഇറങ്ങിയ ഇവരെ എല്ലാം സഹായിക്കണം. അവർ കുടുംബാംഗങ്ങൾ മുഴുവനായി 26-ാം ആണ്ടിൽ 2026 കർത്താവിനെ സാക്ഷിപ്പാൻ ഒരുക്കേണ്ടതിനായി ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രാർത്ഥന ഫലിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. തീർച്ചയായും ഒറ്റയ്ക്കിറങ്ങി പേടിക്കണ്ട. നിങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് ആളുകൾ. സ്തോത്രം. ധൈര്യമായിട്ട് വരും. നിങ്ങളെ വിടുവിച്ചപ്പോൾ ദൈവം നിങ്ങളുടെ കുടുംബത്തെ അല്ല, ഒരുപാട് പേരെയും പിന്നാലെ കണ്ടിട്ടുണ്ട്. വരും വരും വരും. സ്തോത്രം. ആദ്യ ഫലമാകുന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭാഗ്യം കേട്ടോ.
ആദ്യ ഫലം പക്ഷെ നന്നായിരിക്കണമെന്നേ ഉള്ളൂ, ബാക്കി എല്ലാം അതുപോലെ വരും. സ്തോത്രം. ആദ്യ ഫലം സ്തോത്രം ചെയ്താൽ ബാക്കിയൊക്കെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ അവൾ കാണാൻ പോലെ അങ്ങോട്ടാ വരുമ്പോൾ സ്തോത്രം തീർച്ചയായും. ആമേൻ. അവൾ ഗുണമായിട്ട് സ്നാനമേറ്റു. സ്തോത്രം. കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് ഈ സഭ ഇവിടെ സ്ഥാപിക്കുന്നത്. പെട്ടെന്ന് ആരെയും പിടിച്ച് സ്ഥാനപ്പെടുത്തിയില്ല, പെട്ടെന്ന് ആരെയും സഭയെ ചേർത്തില്ല. പൗലോസ് നോക്കി സഭയിലെ അടിസ്ഥാന കല്ലാട്ടി ഇടാൻ കൊള്ളുന്നതിനെ വേണം വിടാൻ. ഏതിനെങ്കിലും പിടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ തലവേദനയാണ്. സഭയുടെ ആദ്യത്തെ കല്ലുകൾ നല്ലതാണെങ്കിൽ ബാക്കി എല്ലാം നന്നായിരിക്കും. ആദ്യം വരുന്നത് പിശുക്കനാണെങ്കിൽ വരുന്ന എല്ലാം പിശുക്കന്മാരായിരിക്കും. സ്തോത്രം. അങ്ങനെയാണ്. ആദ്യം വരുന്നത് ഉറക്കം തൂങ്ങിലാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ വരുന്നവരും പഠിക്കും, എടാ പാസ്റ്റർ പ്രസംഗിക്കുമ്പോൾ ശരിയായിട്ട് ഉറങ്ങിക്കോണം. പിന്നെ അങ്ങനെ അവൻ കണ്ടേക്കണേ. അവരങ്ങനെ മനസ്സിലാക്കണം. അവർ കണ്ടിട്ടല്ലോ. ഞങ്ങളുടെ ആദ്യത്തെ പാസ്റ്റർ, ഞങ്ങൾ അറിയത്തില്ല, നമുക്കൊന്നും അറിയാമല്ലോ, ഈ പ്രാർത്ഥിക്കും ഇങ്ങനെ ഇങ്ങനെ ആടിയാണ് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം വില്ലു പോലെ ആടുമായിരുന്നു. ഇല്ലി വളയുന്ന പോലെ കണ്ടിട്ടില്ലേ? വെല്ലിച്ചാള പൊക്കമുള്ള ആളാണ്. പുള്ളി മുട്ടമേലിരിക്കുള്ളൂ കേട്ടോ. ഒക്കെ നമ്മൾ പഠിച്ചങ്ങനെ. അപ്പോൾ ഇങ്ങനെ വില്ല് പോലെ വളഞ്ഞ് പ്രാർത്ഥിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സഭയിലെ ആൾക്കാരെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ആടാൻ തുടങ്ങി. അവർ കണ്ടല്ലേ പഠിക്കുന്നത്. അതാ ഹല്ലേലൂയ. അങ്ങനെയാ പഠിക്കും. അതുകൊണ്ട് ആദ്യത്തെ കല്ലുകൾ നന്നായിരിക്കണം. ഇവിടെ വന്ന് ഓരോ നല്ലൊരു കല്ലിനെ പൗലോസിന് കിട്ടി. ആമേൻ. സ്തോത്രം. നോക്കൂ, എന്നിട്ട് അവൾ പറയാണ്, കുടുംബമായി സ്നാനമിട്ട ശേഷം അടുത്ത കാര്യം അവൾ പറയുന്നത് ശ്രദ്ധിക്കണം. എന്താണെന്ന് അറിയോ? നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ ആമേ എന്റെ വീട്ടിൽ വന്ന് പാർപ്പീൻ എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു. 2 പദങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നല്ല, പിന്നെ അതിലെങ്ങാനാണോ പോന്നേ ഉദ്ദേശി, നാലൊന്ന് കയറിച്ച് പോകാവോ, അങ്ങനല്ല. നോ. എന്താ ചെയ്തേ? ആദ്യത്തെ പദം പറഞ്ഞല്ല, അപേക്ഷിച്ചു. പിന്നെ ആ 2 അടി വരയ്ക്കണം കേട്ടോ. ഒന്ന്, എൻ്റെ വീട്ടിൽ വന്നച്ചു പോകുവീന്നല്ല, വന്ന് പാർക്കുവീൻ എന്ന് അപേക്ഷിച്ചു. 2, അപേക്ഷ ഫലിക്കുകയല്ലെന്ന് കണ്ടപ്പോൾ പിന്നെ ബലമായി നിർബന്ധിച്ചു, വന്നേ പറ്റുമെന്നായി. ഇതാരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. അപ്പോൾ അവൾക്ക് എന്ത് മനസ്സിലായി? വെളിപ്പാടെന്ന് പറയുന്നത് ഇതിനാണ്. ഇത് തലയ്ക്കകത്ത് കിട്ടുന്നതല്ല പ്രിയമുള്ളവരെ, ഇത് ആത്മാവിൽ കിട്ടേണ്ടതും കിട്ടുന്നതുമാ. ആമേൻ. അവർ മനസ്സിലായി, ഇത് ഈ ഉപദേശന്മാരെ കഞ്ഞി കുടിക്കാൻ ഇറങ്ങിയവരെന്നല്ല. അവൾക്ക് മനസ്സിലായി, ഇത് എൻ്റെ തലമുറയുടെ അനുഗ്രഹത്തിന് ദൈവം അയച്ചവരാണെന്ന്. ആ അനുഗ്രഹം വന്ന് കയറുകയില്ല, വാതുക്കെ വന്ന് നിൽക്കുകയുള്ളൂ. വേണേ വിളിച്ചകത്ത് കയറ്റിക്കോണം. ആമേൻ. പോകുന്ന വഴിക്കൊക്കെ അനുഗ്രഹം കിടപ്പുണ്ട്. അത് അനുഗ്രഹമാണെന്ന് അറിയണമെങ്കിൽ സ്വർഗീയ വെളിപ്പാട് പ്രാപിക്കണം പ്രിയമുള്ളവരെ. അത് കിട്ടിയവർ ഭാഗ്യമുള്ളവർ. ഹല്ലേലൂയ. സ്തോത്രം. സൗഖ്യത്തിനൊരു വെളിപ്പാട് കിടപ്പുണ്ട്. ജയത്തിനും ജോലിക്കും നന്മയ്ക്കും എല്ലാം ഒരു വെളിപ്പാടുണ്ട്, ഒരു വാതിൽ. ആമേൻ. സ്തോത്രം. പണ്ടൊരു സ്ത്രീ ഇല്ലായിരുന്നു, ചൂനേങ്കാർത്തിയായ ഒരു സ്ത്രീ, പണക്കാരിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഏലീശ പ്രവാചകൻ എതിരെ പോയെന്നാ, വീട്ടിൽ കയറിയെന്നല്ല, വഴിയെ പോയപ്പോൾ അവൾ എന്താ പറഞ്ഞേ? ആ കെട്ടിയവന് വെളിവില്ല, ബോധവും ഇല്ല. അവൾക്ക് ബോധമുണ്ടായിരുന്നു. സ്തോത്രം. അതാ അവൾ പറഞ്ഞു, ഈ പോകുന്നതേ പണിയില്ലാതെ നടക്കുന്നൊരു പാർട്ടിയല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാണ് ഈ പോകുന്നത്. ഹല്ലേലൂയ. നമുക്ക് തലമുറയില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൻ്റെ ശാപമഴിക്കാൻ ഉള്ളതായി പോകുന്നത്. നമുക്ക് വീട്ടിലേക്ക് വിളിക്കാം, ഒരു മുറി പണിയാം, ഒന്ന് താമസിപ്പിക്കാം. സ്തോത്രം. നമ്മുടെയൊക്കെ വീടിൻ്റെ വാതിൽക്കൽ കൂടെ, നമ്മുടെ കണ്ണിന് മുമ്പിൽ കൂടെ അനുഗ്രഹം പോകുന്നുണ്ടാകും കേട്ടോ. അത് തിരിച്ചറിയണമെങ്കിൽ സ്വർഗീയ വെളിപ്പാട് വേണം. ഹല്ലേലൂയ. എത്ര പേരൊന്ന് സ്തോത്രം ചെയ്ത് പറയും? വേണ്ടവർ പറഞ്ഞു കേട്ടോ. നിന്നപ്പം തോന്നില്ല, എനിക്ക് വേണ്ടി നിങ്ങൾ ആരും പറയണ്ട, ആവശ്യമുള്ളവർ മാത്രം പറഞ്ഞാൽ മതി. പറഞ്ഞോ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു, കർത്താവേ, എൻ്റെ കണ്ണിന് മുമ്പിലൂടെ പോകുന്ന അനുഗ്രഹത്തെ തിരിച്ചറിയാൻ ആത്മീയ വെളിപ്പാട് എനിക്ക് ആവശ്യമുണ്ടെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. പറഞ്ഞു. വേണമെങ്കിൽ പറഞ്ഞോ കേട്ടോ.
നല്ലതാണ്. ഫോർമാലിറ്റി ഒന്നും വിചാരിക്കേണ്ട. മലയാളികൾക്ക് ഒത്തിരി ഫോർമാലിറ്റി ഉണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ ഒരു ഫോർമാലിറ്റിയും ഫലിക്കുകയില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. പരിശുദ്ധാത്മാവിന് ഫോർമാലിറ്റി ഇല്ല. അവൻ ഏത് സമയത്തും എവിടെ വെച്ചും ഇടപെടുന്നവനും നമ്മെ ഇൻട്രപ്റ്റ് ചെയ്യുന്നവനാണ്. അവനെപ്പം വേണേൽ ഇടപെടാം, സംസാരിക്കാം. അവന് ഫോർമാലിറ്റി ഇല്ല. കർത്താവിന് ഫോർമാലിറ്റി ഇല്ല. അവൻ അടുക്കളയിലും വരും, ബെഡ്റൂമിലും വരും, രാത്രിയും വരും, പകലും വരും, എവിടെ ഇറങ്ങി വരുന്നവനാണ്, എപ്പോഴും വരുന്നവനാണ്. അവനൊരു ഫോർമാലിറ്റി ഇല്ല. ഹല്ലേലൂയ. വഴി നടക്കുമ്പോൾ സംസാരിക്കും, മുറിയിലിരിക്കുമ്പോൾ സംസാരിക്കും, ബാത്റൂമിൽ വെച്ച് സംസാരിക്കുന്നവൻ എൻ്റെ ദൈവം. എവിടെ ഇടപെടുന്ന ദൈവം? അടുക്കളയിൽ വരും, ബെഡ്റൂമിൽ വരും, എപ്പം വേണേലും വരുന്നവനാണ് നമ്മുടെ ദൈവത്തിന്. ഫോർമാലിറ്റി ഇല്ല അവൻ്റെ മുമ്പിൽ. നമുക്ക് എന്തിനാ ഫോർമാലിറ്റി? ഹല്ലേലൂയ. എൻ്റെ ദൈവമേ, ഞാനാണ് ആവശ്യക്കാരനെങ്കിൽ നിലവിളിച്ചേ പറ്റുള്ളൂ. ഹല്ലേലൂയ. വാ തുറന്നൊരൊറ്റ വാക്കിലല്ലേ കാര്യം നടക്കണേ അല്ലേ? ബർത്തിമായുടെ ഒരൊറ്റ വിളിയിൽ അവൻ്റെ കണ്ണ് തുറന്ന് കിട്ടിയില്ലേ? ഹല്ലേലൂയ. 5 രൂപ സ്വത്രാച്ചിട്ടോ പറ? ഇല്ലല്ലോ. എൻ്റെ കർത്താവേ ഒരൊറ്റ വിളിയിൽ അവൻ്റെ കാര്യം നടന്നു കിട്ടിയോ? ഹല്ലേലൂയ. ഉണ്ടായിരുന്നെങ്കിലോ? സ്വത്രം. ആമേൻ. അവൻ ഫോർമാലിറ്റി വിചാരിച്ചത് മലയാളികൾ അല്ലാത്തതുകൊണ്ടാണ്. അവൻ മലയാളികളെ നന്നായി. അവൻ ഫോർമാലിറ്റി വിചാരിച്ചിരുന്നെങ്കിൽ നടക്കുമായിരുന്നു. ഒരൊറ്റ വിളിയിൽ കാര്യം നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മഴക്കാലം ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു നോക്കാം തമാശ. ഈ ഒരു അച്ഛനുണ്ടായിരുന്നു കേട്ടോ, വലിയ പുള്ളിയാണ്, വലിയ പണക്കാരനാണ്. പുള്ളി ആരാക്കി വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇരിക്കും. ഒരു ദിവസം രാവിലെ മനോരമ പത്രത്തിൽ ഇങ്ങനെ വായിച്ചപ്പോഴേ ഒരക്ഷരമൊന്നുമില്ല. പത്രത്തിനകത്ത് അക്ഷരം ഇല്ലാതെ അടിക്കാൻ മറന്നുപോയതാണ് പുള്ളി. അക്ഷരം കഴിഞ്ഞിട്ടല്ല, കാണാൻ മേല. ആശുപത്രി ഡോക്ടർ പറഞ്ഞു 90% കാഴ്ചയും പോയിരിക്കുകയെന്ന്. പിറ്റേ ഞായറാഴ്ച പുള്ളിക്ക് എന്നെ ആരാധനയായിരുന്നു അറിയാവോ? ഭയങ്കര ആരാധനയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ വല്ലതും വേണോ സ്വത്രം പറയാൻ? അങ്ങനെ വന്നാലേ സ്വത്രം വരുവെന്നാണോ? അല്ലല്ലോ. ആമേ. അതിന് മുമ്പേ അങ്ങ് പറയരുതോ? ആമേ. ദൈവം കണ്ണേലും തൊട്ടിട്ട് വേണോ സ്വത്രം വരാൻ? ഹല്ലേലൂയ. വേണോ? വേണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. ഒരു 5-6 ലക്ഷം 10 ലക്ഷം ഒക്കെ പോയി ഐസൂലും കയറി പുറത്തിറങ്ങി വന്നിട്ട് വേണം സ്വത്രം പറയാൻ അല്ലേ? അല്ലേ? അല്ല, ശരിയാ, അത് ശരിയാ. ദൈവം നോക്കി നമ്മുടെ കയ്യും കാലും ഒടിഞ്ഞ് അല്ലേ, എല്ലാം കാര്യം പോയി അവസാനം ഐസൂലും കയറി, സീശൂലും കയറി. മകളെ ഐസൂവിൻ്റെ അർത്ഥം അറിയാവോ? ICU. അത് തന്നെ. അതാ എൻ്റെ അർത്ഥം. അവിടെ വെച്ചാൽ പലതും കർത്താവിനെ കാണുന്നത്. അവിടെ ചെന്തെങ്കിലും കാണട്ടെ. എൻ്റെ മക്കളെ ഇവിടുത്തെ കണ്ടോ, എന്തിനാ അവിടെ പോയി കാണുന്നത്? ഹല്ലേലൂയ. അവിടെയും കയറി, സീശൂലും കയറി, ഇൻറ്റൻസീവ് കയറി. പിന്നെ നമ്മുടെ എന്താണ് ഇപ്പോൾ ഉണ്ടല്ലോ വെന്റിലേറ്റർ. പിന്നെ അത് വേറെ നോട്ടണമെന്ന് പറയുന്നുണ്ട് ഇല്ലേ? അവിടെയും കൂടെ കയറ്റി രക്ഷപ്പെടുകയല്ല, എല്ലാവരെയും അറിയിച്ചു കാര്യം പോക്ക് എന്ന് പറഞ്ഞു ഡോക്ടർ. പിന്നെ എങ്ങനെയോ തമ്പുരാൻ നമുക്ക് ചൂട് ആയുസ് തന്നപ്പം ഞായറാഴ്ച വന്നിട്ട് ഈ പുള്ളിക്ക് 25 മിനിറ്റ് സാക്ഷ്യം വേണം കേട്ടോ. സാക്ഷ്യം പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര ഒരു സാക്ഷ്യം പറയും. പറയട്ടോ ആട്ടെ. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അന്നേരമാണോ സാക്ഷ്യം സ്തോത്രവും പറയേണ്ടത്? ഒരു പോറൽ പോലും വേൽക്കാതെ ദൈവം നമ്മെ നടത്തുമ്പോഴല്ലേ നമ്മൾ അധികം സ്തോത്രം ചെയ്യേണ്ടത് അല്ലേ? ആക്സിഡൻറ്റുമായി കയ്യും കാലും പൊടിഞ്ഞ് ഐസൂലും കയറി അവിടെ എല്ലാം കയറി ഇറങ്ങിയിട്ട് വേണോ സ്തോത്രം പറയാൻ? അല്ലല്ലോ. ഒരു പോറൽ പോലും വേൽക്കാതെ ഈ ആഴ്ച ദൈവം നമ്മളെ കാത്തില്ലേ? അല്ലേ? ഒരു പോറൽ പോലും വന്നില്ലല്ലോ. ഒരു പാരസെറ്റമോൾ കഴിക്കേണ്ടി വരാ നമ്മെ കാത്തപ്പോൾ എത്രയധികം നമ്മൾ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യേണ്ടവരാണ്. ഹല്ലേലൂയ. എത്ര നന്ദിയോടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കേണ്ടതാ. ഹല്ലേലൂയ. ഇതൊന്നും വേണ്ട, നമ്മെ കാത്തല്ലോ. അപ്പോഴല്ലേ അധികം പറയേണ്ടതല്ലേ? ആമേൻ. സ്തോത്രം. ഓക്കെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സഹോദരി പറയാണ്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് പാർത്തേ പറ്റൂ. വന്നാൽ പോരാ, അവിടെ താമസിക്കണം. 4-5 പേരെങ്കിലും ഉണ്ട്. എൻ്റെ സഹോദരിമാരെ, തേങ്ങന്മാരെ, 4-5 പേര് വീട്ടിലോട്ട് ഒട്ടർന്ന് വന്നാൽ നമുക്ക് അത്ര സന്തോഷമാണോ? സുഖമാണ്. നല്ല അധ്വാനം ഇല്ലേ? അല്ലേ? ഇല്ലേ? ഇല്ലെന്ന് തോന്നുന്നു. അല്ലേ? ഇപ്പം നമുക്ക് പിന്നെ സൗകര്യമുണ്ട്. കാര്യം ഞെക്കിയാൽ ഉടനെ അല്ലേ കത്തും. തിരിച്ചാൽ കത്തും, തിരിച്ചാൽ വെള്ളം വരും, എല്ലാം തിരിച്ചാൽ മാത്രം മതി. പിന്നെ ഞെക്കിയാൽ ഉടനെ എല്ലാം അരച്ച് കിട്ടും. ഇല്ലേ? എത്ര എളുപ്പമായി. അന്ന് നിൽക്കാൻ അറിയില്ല മക്കളെ. അന്ന് കല്ലേ വെച്ചിങ്ങനെ എന്ത് പാടല്ലേ നമ്മുടെ അമ്മച്ചിമാർ കഷ്ടപ്പെട്ട്. എന്നിട്ട് അമ്മച്ചിമാർ സമയത്ത് ആരാധിക്കുന്ന സ്തോത്രം ചെയ്തു. നമുക്ക് ഞെക്കിയ തിരിഞ്ഞ് ഇട്ടിട്ട് നമ്മൾ സ്തോത്രം വരുന്നില്ല. അതാ. അന്ന് ഇടിച്ച് പൊടിച്ച് കുത്തി അരച്ച് ഇത്രയല്ലാത്ത അത് എന്നാൽ പോലെ ഒറ്റയ്ക്ക് ഒറ്റ പിള്ളേരിൽ ആകെ ഒന്നേ ഉള്ളൂ. നമ്മൾ പിശുക്കി അവിടെയും പിശുക്കി ഒറ്റ ഒന്നേലാക്കി.
എന്നിട്ട് അവിടെ അമ്മാച്ചി അവർ 8 10 വളർത്തി എല്ലാത്തിനും ഒരുക്കി പറക്കി തീറ്റയും കൊടുത്ത ഉണ്ടാക്കി കെട്ടുവനെയും തോറ്റി പൊറ്റി എല്ലാം കഴിഞ്ഞ് സമയത്തൊന്ന് ആരാധ്യ സ്തോത്രം ചെയ്യുമായിരുന്നു. നമുക്കോ അല്ലേ? സ്തോത്രം വരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. എന്നെ ആകർഷിച്ചതാ ഈ പെന്തിക്കോസ്തുകാരുടെ ഈ പ്രാർത്ഥനയിലെ തീഷ്ണതയാണ് എന്നെ പിടിച്ചത്. 75-80 വയസ്സൊക്കെ ഉള്ള അമ്മച്ചിമാർ കുന്നൊക്കെ പടക്കുതിര പോലെ കയറി വന്നിട്ടുണ്ടല്ലോ. എന്നെ ആരാധിക്കുന്നേ. ഹല്ലേലൂയ. അത് എന്നെ സാധന അതിനകത്തിരിക്കുന്നേ. ശ്വാസം വിടാൻ ജീവമില്ലാത്ത അമ്മച്ചിമാരൊക്കെ ആരാധനയോട്ട് കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ പടക്കുതിര പോലെയാണ് ചാടുന്നത്. എന്നാ പവറാണ് അത്. എവിടെ നിന്ന് വരുന്ന സാധനം മനസ്സിലായില്ല. അതാ എന്നെ പിടിച്ച് ആകർഷിച്ചത്. അമ്മേ, ഇതിനകത്തൊരു വ്യാപരിക്കുന്ന ഒരു അസാധാരണ ശക്തിയുണ്ട്. ഹല്ലേലൂയ. സകല പരിമിതികൾക്ക് അപ്പുറമായി ബലഹീനനെ ബലവാനാക്കുന്ന, ഏത് ദുർബലനെയും ബലവാനാക്കുന്ന ഒരു അസാമാന്യ ദൈവിക ശക്തി ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് ശരീരത്തിൽ അനുഭവിച്ചപ്പോൾ ഹല്ലേലൂയ, ഇതിന്റെ മഹത്വം അറിഞ്ഞതങ്ങനെ. സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയാ ഞങ്ങളൊക്കെ സൗഖ്യം പ്രാപിച്ച മക്കളെ. അല്ലാതെ വലിയ ആശുപത്രിയിൽ പോകാൻ പൈസയില്ല, വണ്ടിയില്ല, ഡോക്ടറിനും എവിടേക്കാ ആശുമില്ല പോകാൻ. പിന്നെ അല്ലേ എവിടെ ആശുപത്രി ഒന്നുമില്ല. അന്ന് ഈ മക്കൾ ഓടി ഒന്ന് പ്രാർത്ഥിക്കുക, അതേ മാർഗമുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആരാധിച്ച് ഞങ്ങൾ ജയം. സ്തോത്രം. ഓക്കെ, അപ്പോൾ ഈ സഹോദരി പറയാണ്, എൻ്റെ വീട്ടിൽ വന്ന് പാർക്കണം. നീ 4 പേര് 5 പേരെങ്കിലും കാണും, 5-6 പേരും കുറവാതുണ്ട്. എല്ലാവരും കൂടെ വീട്ടിൽ കൊണ്ടുപോവുക, താമസിപ്പിക്കുക. അപ്പം നിങ്ങൾ ചിന്തിച്ചേ, കർത്താവ് അവൾക്കെന്താ തുറന്നു കൊടുത്തേ? അവിടെ ഹൃദയം മാത്രം അല്ലേ? ഇവളെന്തൊക്കെ തുറന്നു നോക്കിക്കേ. അവളെന്തൊക്കെ തുറന്നു? അവളുടെ വീട് തുറന്നില്ലേ? അടുക്കള തുറക്കാതെ പറ്റുകയില്ലല്ലോ. അടുക്കള തുറക്കണമെങ്കിൽ പേഴ്സ് തുറക്കണ്ടേ? സ്തോത്രം, ആമേൻ. കർത്താവ് തുറന്നു കൊടുത്തവന്, ഹൃദയം തുറന്നവന് ബാക്കി തുറക്കാൻ ഒരു മടിയുമില്ല. ആമേൻ. അതാരും പറഞ്ഞു കൊടുത്തല്ല, ഈ ഉപദേശിമാരാരും പറഞ്ഞില്ല. ഞങ്ങളെ വിളിക്കുന്നോ, ഞങ്ങളെ സൽക്കരിക്കുന്നോ, വീട്ടിൽ പാർക്കട്ടെ എന്നൊന്നും അവർ ചോദിച്ചതല്ല. അവളുടെ ആവശ്യമാണ്. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞത്, അപേക്ഷിച്ച് നിർബന്ധിച്ച്. ഹല്ലേലൂയ. ഇതാ വെളിപ്പാട്. സ്തോത്രം. നിർബന്ധിച്ച് ചെയ്തോണം. ദൈവത്തിന് ചെയ്യുന്നതെല്ലാം എൻ്റെ ആവശ്യമായിട്ട് ചെയ്യണം. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവം മറക്കുന്ന കാര്യമല്ല. ഇതാണ് തലമുറയ്ക്ക് ഡിപ്പോസിറ്റായിട്ട് മാറുന്നത്. ഹല്ലേലൂയ, ആമേൻ. അത് നിങ്ങളുടെ പേര് നിങ്ങളുടെ തലമുറയ്ക്ക് ദൈവം ഡിപ്പോസിറ്റാക്കി മാറ്റി വെക്കും. ആവശ്യം വരുമ്പോൾ ദൈവം പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം പറയും, കുഞ്ഞുങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ അവർ ഒരിടത്തും ഇറക്കേണ്ടി വരത്തില്ല, കൈനീട്ടേണ്ടി വരത്തില്ല. ദൈവം പറയും, ഇവിടെ പേടിക്കണ്ട മോനെ, നീ പേടിക്കണ്ട മക്കളെ, നിന്റെ വല്യപ്പൻ എൻ്റെ ബാങ്കിൽ ഇട്ടിട്ടുണ്ടാ. ഹല്ലേലൂയ. നിന്റെ വല്യമ്മ ഇട്ടിട്ടുണ്ട്, എൻ്റെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്, അവിടെ കിടപ്പുണ്ട്. ദൈവം തൻ്റെ ബാങ്ക് തുറന്ന് അവർക്ക് വേണ്ടി കരുതും. ഹല്ലേലൂയ. അതാ മക്കളെ തലമുറയ്ക്ക് വേണ്ടിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം. സ്തോത്രം, ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ അബ്രഹാം പിതാവ് ഒരിക്കൽ ചെയ്തു. വഴിയെ പോയ 2-3 പേരെ വിളിച്ചുകൊണ്ടൊന്ന് കൊടുത്തു. വഴിയെ പോയവരാ, ഒരാവശ്യമുള്ളതല്ല. നമ്മളല്ലേ പറഞ്ഞത്, വഴിയെ പോകുന്ന ഇല്ലേ പോട്ടെന്ന് പറഞ്ഞ് വിടേണ്ട കാര്യമുള്ളൂ. സാറാമ്മച്ചി ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. ഇരിയാന് വേറെ ഒരു പണിയില്ല, വഴിയെ വയ്യ വലിയ പിടിച്ച് തലയെ കയറ്റി വെച്ചൊന്നും അവർ പറഞ്ഞില്ലല്ലോ. സ്തോത്രം. പെട്ടെന്ന് ഒരു കാളേനെ അങ്ങ് അർത്ഥം കൊടുത്തു. ഓരോ ഇടം കഴി മാവ് വർഷങ്ങൾ സമയമില്ല, വേഗം 400 വർഷം കഴിഞ്ഞ് തലമുറ മടങ്ങി വരുമ്പോൾ വിശന്നിട്ട് പൊരിയുക. എവിടെ നിന്ന് ആഹാരം കൊടുക്കും? ദൈവം പറഞ്ഞ, മോശെ നീ പേടിക്കണ്ട, ആരും കരയണ്ട, നിന്റെ വല്യപ്പൻ തന്ത എൻ്റെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഈ മരുഭൂമി അന്നോർത്ത് പേടിക്കണ്ടെന്നേ, നിങ്ങളുടെ വല്യപ്പൻ എൻ്റെ ബാങ്കിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ഒരടങ്ങഴി വീഴാ തന്നേ, നീ എല്ലാം ഓരടങ്ങഴി പെറുക്കി തിന്നോളാൻ പറഞ്ഞു. സ്തോത്രം. നിന്റെ അപ്പൻ ഭൂമിയിലെ ആഹാരം തന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ആഹാരം, അവൻ അവൻ്റെ വീട്ടിൽ തന്നെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലെ ആഹാരം നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. അവൻ അവൻ്റെ സ്റ്റാൻഡേർഡിൽ അളന്നെങ്കിൽ ഞാൻ എൻ്റെ സ്റ്റാൻഡേർഡിൽ അളക്കുന്ന ദൈവമാ. മക്കളെ കണ്ടോ, വല്ലതും ചെയ്താൽ വെറുതെ പോകുന്നുണ്ടോ? വെറുതെ പോകുന്നില്ല. ഇതാ തലമുറയ്ക്ക്. ഇറച്ചിയുടെ കാര്യം പറഞ്ഞു, ഇറച്ചി പോരാ, ഇറച്ചിയും തരാൻ ദൈവം പറഞ്ഞു. നിന്റെ അപ്പൻ എനിക്ക് ഇറച്ചി എന്നറിയാം, ഒരു കാളേനെ അങ്ങ് അറക്കുക ചെയ്ത്, അതുകൊണ്ട് ഇറച്ചിക്ക് ദൈവം അളവ് പറഞ്ഞില്ല, ഇഷ്ടം പോലെ തിന്നോളാൻ പറഞ്ഞു. ആമേൻ, സ്തോത്രം.
പ്രൈസ്. ഈ വചനം കേൾക്കുന്നത് വെളിപ്പാടിൻ്റെ മേഖല തുറന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അല്ല തലയ്ക്കകത്ത് കുറേ അറിവിന് വേണ്ടിയിട്ടല്ല. സ്തോത്രം. നമ്മുടെ ആത്മമണ്ഡലം തുറന്നു കിട്ടണം, കണ്ണ് തുറന്ന് കാണണം. ഹല്ലേ, വെളിപ്പാട് തലമുറയുടെ അനുഗ്രഹത്തിൻ്റെ വഴികൾ എന്താണെന്ന്. സ്തോത്രം. നമ്മുടെ ഉയർച്ചയുടെ വഴികൾ. ഹല്ലേലൂയ. ഓക്കെ, സ്തോത്രം. അപ്പോൾ അവൾ വീടും തുറന്നു, അടുക്കളയും തുറന്നു, കയ്യും തുറന്നു, പേഴ്സും തുറന്നു, എല്ലാം തുറന്നു. താഴോട്ട് നിങ്ങൾ വീട് വായിക്കുമ്പോൾ അവളുടെ വീട് സഭയുടെ കൂട്ടായ്മ സ്ഥലമായി മാറി. അവളുടെ വീട് ഒരു സഭയായി മാറി എന്നാണ് വായിക്കുന്നത്. ആ സഭ അവളുടെ വീട്ടിലാണ് ആരംഭിക്കുന്നത്. സ്തോത്രം. അവളുടെ വീട് ഒരു സഭയായി മാറി. സ്തോത്രം. ആമേൻ. പിന്നെ ആ സഭയാണ് പൗലോസ് പറയുന്നു, ഞാൻ മക്കദോനിൽ നിന്ന് പുറപ്പെടുമ്പോൾ, അതായത് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ, പിന്നെ തെസ്സലോനിക്ക ഉൾപ്പെടെ സകല ദേശങ്ങളിലും വേല ചെയ്തപ്പോൾ എൻ്റെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിച്ച ഒരൊറ്റ സഭ. ഏത് സഭയാ? ഈ സഭ മാത്രമാണ്. അതിൻ്റെ കാര്യം എന്നറിയാമോ? അവിടുത്തെ ആദ്യത്തെ വിശ്വാസി തുറന്ന വിശ്വാസിയായിരുന്നു. ഹല്ലേലൂയ. ബാക്കിയുള്ളവരൊക്കെ തുറക്കാനങ്ങ് പഠിച്ചു. അത് ഞാൻ പറഞ്ഞേ, ആദ്യത്തെ ആളുകൾ തുറന്നവരാണെങ്കിൽ പിന്നെ ഉള്ളവരും തന്നെ തുറന്നോളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ ലോക സുവിശേഷീകരണത്തിൽ പങ്കാളിത്തം വഹിച്ച സഭയായി മാറി. ഹല്ലേലൂയ. ഒരു വലിയ ദർശനം നിങ്ങളുടെ അകത്തേക്ക് പതിയട്ടെ. ഹല്ലേലൂയ. സദാംപ്ടണിലെ സഭ ലോക സുവിശേഷീകരണത്തിൽ പങ്കുവഹിക്കുന്നവരായി മാറട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. യെസ്, തീർച്ചയായും നടക്കും. ബർമിംഗ്ഹാം സഭ കഴിഞ്ഞ ഒരു വർഷം 20 ലക്ഷം രൂപ വിദേശത്ത് വേലയ്ക്ക് സഹായിച്ചു. സ്തോത്രം. ചെയ്യാം. നമുക്ക് മനസ്സുണ്ടെങ്കിൽ വഴികൾ തുറക്കാൻ ദൈവം മതിയായ ദൈവമാ. ഹല്ലേലൂയ. തുറക്കുന്നവനെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. തുറക്കുന്നവനെ മാത്രമേ ദൈവം നിറയ്ക്കുകയുള്ളൂ എന്നുള്ളത് സത്യമാണ്. ദൈവം പറഞ്ഞു, നീ തുറക്ക്, ഞാൻ നിറയ്ക്കാം. ഹല്ലേലൂയ. അങ്ങനെയല്ല ദൈവം പറഞ്ഞത്. ഞാൻ നിന്നെ നിറയ്ക്കേണ്ടതിന് വേണ്ടിയാണ് ഇവിടെ കൊണ്ടുവന്നത്. വെറുതെ ഇരുത്താനല്ല, കാലിയാറ്റിടാനല്ല. നീ കാലിയായിരുന്നു, പക്ഷേ ഇവിടെ കൊണ്ടുവന്നത് നിന്നെ നിറയ്ക്കാനാ. നിറയ്ക്കണമെങ്കിൽ നീ എനിക്കൊന്ന് തുറന്നു തരണം. സ്തോത്രം. ആരൊക്കെ തുറക്കുമോ അവരെല്ലാം നിറച്ചിട്ടുണ്ട്, നിറയ്ക്കുകയും ചെയ്യും. എവിടൊക്കെ തുറക്കുമോ അവിടെ എല്ലാം ദൈവം നിറയ്ക്കും. സ്തോത്രം. ഹല്ലേലൂയ. വാ തുറന്നാൽ ദൈവം വാ തൻ്റെ വചനം കൊണ്ട്, സ്തുതി കൊണ്ട്, പാട്ട് കൊണ്ട് നിറയ്ക്കും. ഹൃദയം തുറന്നാൽ ഹൃദയം നിറയ്ക്കും അവൻ. കൈ തുറന്നാൽ അവൻ കൈ നിറയ്ക്കും. പേഴ്സ് തുറന്നാൽ പേഴ്സ് നിറയ്ക്കും. പോക്കറ്റ് തുറന്നാൽ പോക്കറ്റ് നിറയ്ക്കും. വീട് തുറന്നാൽ ദൈവം വീട് നിറയ്ക്കുന്നവനാണ്. ഹല്ലേലൂയ. തുറക്കപ്പെട്ടവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യാൻ പറ്റുമോ അറിയാമുള്ളവരെ? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവിൻ്റെ നിറവ് ആവശ്യം? ഈ സഭയിൽ നിറവ് വരണം. ഈ സഭയിൽ നിറവ് പോരാ, നിറവ് പോരാ, നിറവ് വേണം. നിറവിൽ പോരാ, ഈ നിറവ് പോരാ, ഈ നിറവ് പോരാ, ഇത് പോരാ എന്ന് കർത്താവ് എന്നോട് വ്യക്തമായി പറയുന്നു. ഇതല്ല നിങ്ങളുടെ നിറവ്. ഇതിനപ്പുറം നിറവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആത്മാവിന് പദ്ധതിയുണ്ട്. സഹോദരിമാരെ, എല്ലാവരെയും കൈവച്ചത് ഊത് പറയാനോ സൂക്ഷിക്കാനോ സമയമില്ല. പക്ഷേ ആത്മാവ് പറയുന്നു, നിങ്ങൾക്ക് നിറവിൻ്റെ ആവശ്യമുണ്ട്, നിറവിൻ്റെ അനുഭവമുണ്ട്. നിറവ് അത്യാവശ്യമാണ്. എല്ലാ കുടുംബങ്ങളും നിറവുണ്ടാകട്ടെ, എല്ലാ പോരായ്മകളും പറയട്ടെ. ഹല്ലേലൂയ. തികയാതെ വരികയല്ല, മിച്ചം വരുന്ന ആത്മീയമായി, ഔഷധികമായി, ഭൗതികമായി, സാമ്പത്തികമായി എല്ലാ നിലയിലും ഹല്ലേലൂയ വാരി വിതറുന്നവരാക്കി സമൃദ്ധിയിലേക്ക് നടത്താൻ ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതരങ്ങൾ തുറന്നേ കർത്താവെ. എൻ്റെ അന്യഭാഷ കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ കൃപയില്ലാത്തവരെല്ലാം പറഞ്ഞേ കർത്താവെ, എനിക്ക് അന്യഭാഷകൾ ദൈവം സ്തുതിക്കാൻ കൃപ ആവശ്യമാ. ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ആരാധന അക്ഷരികമായി കേവലം ബുദ്ധിയുടേതായി മാറാതെ ആത്മാവിൻ്റെതായി മാറട്ടെ. അദൃശ്യ ലോകത്തെ അത് സ്പർശിക്കട്ടെ, അന്ധകാരത്തെ അത് മുട്ടുമടക്കട്ടെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ആരാധന മുമ്പിൽ അന്ധകാരം മുട്ടുമടക്കട്ടെ. നിങ്ങളുടെ സഭയുടെ മുമ്പിൽ ദേശത്ത് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാരം മുട്ടുമടക്കി കുടുംബങ്ങൾ വിട്ടുവരണം, കുടുംബങ്ങൾ വിട്ടുവരട്ടെ. ഹല്ലേലൂയ. കുടുംബങ്ങൾ വിട്ടുവരട്ടെ, രോഗാത്മാ വിട്ടുമാറട്ടെ, ബന്ധനത്തിനാത്മാ വിട്ടുമാറട്ടെ, പ്രശ്നം ഉണ്ടാക്കുന്നവൻ വഴിമാറട്ടെ. ഹല്ലേലൂയ. നാളുകൾ നിങ്ങളെ തേടി വരാൻ പോകുകയാണ്. സഭ തേടി, സഭ അന്വേഷിച്ച് ആരാധന തേടി വരുന്ന ആളുകൾ. ഹല്ലേലൂയ. ശരീരത്തിലെല്ലാം ക്ഷീണങ്ങളും മാറട്ടെ, ക്ഷീണം മാറട്ടെ. വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റാതെ, പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കം വരുന്ന, പ്രാർത്ഥിക്കുമ്പോൾ ക്ഷീണം വരുന്ന, പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ അലസത വരുന്നവന് ആത്മാ വിട്ടുപോ
യേശുവിൻ നാമത്തിൽ ഈ പകൽ ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. ശരീരത്തെ തളർത്തി കളയുന്ന, മനുഷ്യനെ മടുപ്പിക്കുന്ന എല്ലാ ശക്തികളും വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. അവിശ്വാസം കൊണ്ടുവരുന്ന, സംശയം കൊണ്ടുവരുന്ന, പിന്മാറ്റം കൊണ്ടുവരുന്ന ആത്മാവിനെ അധികാരം തന്ന യേശുവിൻ നാമത്തിൽ ഞങ്ങളെ കാൽക്കിടപരം കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. സഭയിൽ നിറവുള്ളവരെ കൊണ്ട് നിറയട്ടെ. എല്ലാവരും നിറവുള്ളവരായി ജയാളികളായി മാറട്ടെ. ഹല്ലേലൂയ. ഓ ശഖാനവതാനി വൈഡമനാദിയാദനവസ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവരോടും നന്ദി. താങ്ക് യു വെരി മച്ച്. ഹല്ലേലൂയ.